ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിലെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഇന്റിമസി എന്ന ഹീലിംഗ് വില്ലേജിലാണ്. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് യഥാർത്ഥത്തിൽ 18 കിലോമീറ്റർ ദൂരെ ഉള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനിപ്പോൾ അറിയുന്നത് വളരെ റീസെൻ്റ് ആയിട്ടാണ്. ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. വളരെ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ഇവിടെ വരാനും ഇവിടുത്തെ സേവനങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താനും സാധിക്കുമായിരുന്നു. നമഃ ശിവായ. സുഹൃതം എന്ന പേരിലുള്ള ഒരു മലയാള സിനിമയുണ്ട്. MD വാസുദേവൻ നായർ എഴുതി ഹരികുമാർ സംവിധാനം ചെയ്ത് മമ്മൂട്ടി അഭിനയിച്ചൊരു ചിത്രം. അപ്പോൾ അതിലാണ് നമ്മുടെ ഹീലിംഗ് എന്നുള്ളൊരു പദം യഥാർത്ഥത്തിൽ എത്രയേറെ നമ്മുടെ ജീവിതത്തിൽ വ്യാപകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു ചിത്രം. അപ്പോൾ ആ ചിത്രം യഥാർത്ഥത്തിൽ മനുഷ്യൻ ബാഹ്യമായി കാണുന്ന ശരീരം മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ മറ്റെന്തൊക്കെയോ സംഭവങ്ങളുണ്ട് എന്നും അത് പ്രപഞ്ചത്തിൻ്റെ മറ്റു ചില ബോധങ്ങളുമായിട്ട്, ഉണർന്ന ബോധങ്ങളുമായിട്ട് സംവേദനം ചെയ്യുന്നു എന്നുമുള്ള ചില കാര്യങ്ങൾ വളരെ ലഘുവായിട്ട് നമുക്ക് പറഞ്ഞു തന്നൊരു സിനിമയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇന്റിമസി എന്നുള്ളൊരു പേര്, ഇംഗ്ലീഷിൽ ഇന്റിമസി എന്നൊരു വാക്കുണ്ട്, വളരെ അടുത്ത് നിൽക്കുന്ന. അപ്പോൾ ഈ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഹീലിംഗ് എന്നൊരു പദം. അപ്പം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ, ആസുരികമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ, ആരോഗ്യ വ്യവസ്ഥകൾ മൊത്തത്തിൽ തകിടം മറിഞ്ഞിരിക്കുന്ന, മൊത്തം എല്ലാത്തിനെയും കച്ചവടച്ചരക്കായിട്ട് മാത്രം കാണുന്ന ഒരു കാലഘട്ടത്തിൽ സമാധാനത്തിൻ്റെ, അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ ഊഷ്മളമായ സ്നേഹഭാവങ്ങൾ ഏറ്റെടുക്കാനായിട്ട് നമ്മെ പ്രാപ്തമാക്കുന്ന ഒരിടം ആണ് ഇത് എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാമായിട്ടുള്ള യോഗി ശിവൻ, അദ്ദേഹത്തെ ഏറ്റവും ആദരവോടുകൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഗുരുജി യോഗി ശിവൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും ആദരവോടുകൂടി അദ്ദേഹത്തെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. നമസ്തേ. 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 അപ്പോൾ നമുക്ക് പേരിൽ നിന്ന് ആരംഭിക്കാം. ശിവോഹം എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളെല്ലാവരും ശിവനാണ് എന്ന് പറയുന്നു, അല്ലേ? അപ്പോൾ അങ്ങയുടെ പേരിന്റെ കൂട്ടത്തിൽ ശിവൻ എന്നൊരു പേരുണ്ട്. അത് അങ്ങയുടെ യഥാർത്ഥ പേരാണോ, പൂർവാശ്രമത്തിന്റെ പേരാണോ, അതോ അങ്ങ് സ്വീകരിച്ച പേരാണോ? ഇല്ല, അമ്മ എനിക്ക് തന്ന പേര് ശിവദാസൻ എന്നാണ്. ശിവദാസൻ. അതെ. അത് എന്നെ പ്രസവിക്കുന്നത് രാത്രി ഒരു മണിക്കാണ്, 1:15 മണിക്കാണ്. അപ്പോൾ പ്രസവിച്ച് എന്താണ് ചെറിയ ക്ലിനിക്കൊക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് അമ്മയെ കുഞ്ഞിനെ കൊണ്ട് കാണിക്കുമ്പോൾ എൻ്റെ ഈ കറുത്ത നിറം കണ്ടിട്ട് ആദ്യമായിട്ട് അമ്മ പറഞ്ഞു, ഇവൻ നല്ല കറുപ്പ്. അപ്പോൾ എൻ്റെ വീട്ടിലെ ഏറ്റവും കറുപ്പുള്ള കുട്ടിയാണ്. അപ്പോൾ ഇവൻ ശിവന്റെ നിറമല്ലേ, ഭഗവാന്റെ നിറമായതുകൊണ്ട് അവൻ ശിവന്റെ ദാസനായി വളരട്ടെ എന്ന് വെച്ചിട്ട് എനിക്ക് അപ്പോഴും തന്നെ പേര് തന്നു, ശിവദാസൻ. അതിന്റെ പേരിൽ ഞാൻ അമ്മയുമായിട്ട് ശരിക്കും തല്ലുകൂടുമായിരുന്നു കൊച്ചിലെ. കാരണം സ്കൂളിൽ ഈ അറ്റൻഡൻസ് എടുക്കുമല്ലോ, എല്ലാവരും വിളിക്കുന്നത് ബാബു, ബിനു, മനോജ്, ശിവദാസൻ. എനിക്കോ പക്ഷെ പിന്നീട് ഈ ഓരോ ശബ്ദത്തിനും ഓരോ തരംഗമുണ്ട്, അതിന് പിന്നിലൊരു സൂക്ഷ്മ തലവുമുണ്ട്. അത് നമുക്കറിയാത്ത സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അതിൻ്റെ ഇംപ്രഷൻസ് പോവും. എന്തായാലും ഭാവിയിൽ ഞാൻ ആര്, എൻ്റെ പരിമിതികൾ എന്ത്, അല്ലെങ്കിൽ പരാജയത്തിനപ്പുറത്തേക്ക് ഒരു തലമുണ്ടെങ്കിൽ അതെനിക്ക് നേടണം എന്ന ഒരു ശാഠ്യം എന്നിൽ വളർന്നപ്പോൾ അതിന് വഴികാട്ടിയത് ശിവയോഗം അല്ലെങ്കിൽ കുണ്ടലിനി യോഗം എന്ന സാധനാ മാർഗമാണ്. അപ്പോൾ അതിൽ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുവരെ ശിവന്റെ ദാസനായി ജീവിച്ചെങ്കിലും ഒടുവിൽ ശിവോഹം എന്ന മന്ത്രം അനുഭവവേദ്യമായപ്പോൾ അഹം ശിവ, ഞാൻ ശിവനാണ്. ദാസനിൽ നിന്ന് ഞാൻ ശിവനായി. അത് എത്തിയത് യോഗയിലൂടെയാണ്. അങ്ങനെയാണ് ഞാൻ സ്വയം യോഗി ശിവൻ എന്ന നാമം സ്വയം തന്നെ സ്വീകരിച്ചത്. പിന്നെ എൻ്റെ ശിഷ്യന്മാരും സുഹൃത്തുക്കളും ഒക്കെ അത് പ്രായത്തിൽ എത്ര കൂടിയവരായാലും അവർക്ക് പേര് വിളിക്കാൻ ഒരു ബുദ്ധിമുട്ട്. അവർ പക്ഷേ എൻ്റെ ചിന്താതലങ്ങളും ഉണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ നിർബന്ധപ്രകാരം എന്നെ അവർ ഗുരുജി എന്നൊക്കെ വിളിച്ചു തുടങ്ങി. അങ്ങനെയാണ് പിന്നെ ഗുരു യോഗി ശിവൻ എന്ന പേര് എഴുത്തിലും പിന്നെ സംസാരത്തിലും ഒക്കെ വരാൻ തുടങ്ങിയത്. ഇതെല്ലാം ഒരു സംഭവമാണ്, ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് വാസ് നോട്ട് ഡെലിബറേറ്റ്, പക്ഷെ അത് അങ്ങനെ സംഭവിച്ചു. അതെ. ഓക്കെ. അപ്പോൾ എന്തായാലും പേരിൻ്റെ ആ ഒരു ഇത് രസമായിട്ടുണ്ട്. നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, നമ്മളെല്ലാം ശിവനാണ്, ശിവഭാവമാണെന്നുള്ളത്. ഇപ്പോൾ മോഡേൺ സയൻസ് അതിനെക്കുറിച്ച് വളരെ വലിയ ഗവേഷണങ്ങൾ നടത്തി. ഇപ്പോൾ ബ്ലാക്ക് ഹോളിൽ നിന്ന് ഒരു ഡാർക്ക് മാറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത് ശിവൻ തന്നെയാണ് എന്നുള്ള സങ്കല്പങ്ങളിലേക്ക് അവരെത്തുന്നു.
ഇപ്പം നമ്മുടെ ഇതിലെ ഈ 36 തത്വങ്ങൾ പറയുമ്പോൾ അതിലും ഏറ്റവും അവസാനം നിൽക്കുന്ന സദാശിവഭാവം. ഇപ്പം ശിവൻ എന്ന് പറയുമ്പോൾ പ്രകാശം എന്നർത്ഥമുണ്ട്. കറുത്തിരിക്കുന്നു എങ്കിലും അത് പ്രകാശം എന്നൊരർത്ഥം കൂടെ ഉണ്ട്. അപ്പം അങ്ങ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം കൊടുക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഒരു സ്നേഹപൂർവ്വം ഗുരുജി എന്ന് വിളിക്കുന്നത്. ഇരുട്ടിനെ മാറ്റി വെളിച്ചം കൊടുക്കുന്നു. അപ്പം അങ്ങയുടെ പ്രധാന പദ്ധതികൾ എന്തൊക്കെയാണ്? പ്രവർത്തന മേഖലകൾ എന്തൊക്കെയാണ്? സത്യത്തിൽ വളരെ ഡൈവേർട്ടായിട്ടുള്ള വിപുലമായ ഒരു പ്രവർത്തന മേഖലയും എനിക്കില്ല. അത് ഭാരതത്തിൻ്റെ അടിസ്ഥാന തത്വമാണ്. ഈ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഒരു ഓവർ ഇൻഫ്ലുവൻസ്, ഒരു അമിതമായിട്ടുള്ളൊരു സ്വാധീനമാണ് യഥാർത്ഥത്തിൽ ഈ ഡൈവേർഷൻ. ഇപ്പോൾ കടലിനെ കാണുമ്പോൾ കടലിൻ്റെ തിരകളെയാണ് ഒരു കുട്ടി ഒരുപക്ഷെ എൻജോയ് ചെയ്യുന്നത്. എന്നാൽ ആഴത്തിൽ ചിന്ത ഉറച്ചവൻ കടലിലെ വെള്ളത്തെ മാത്രമാണ് കാണാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വെള്ളം എന്നെന്ന് അറിഞ്ഞുകൊണ്ട് തിരകളെ അംഗീകരിക്കുമ്പോൾ തിരകളുടെ എണ്ണവും അതിൻ്റെ വലിപ്പമൊന്നും ഇവന് വലിയ ബാധകമാവില്ല. എന്നാൽ വെള്ളം എന്ന സത്യത്തെ ഒഴിവാക്കിക്കൊണ്ട് ആ ബാലഭാവത്തിൽ അത്ഭുതത്തോടുകൂടി തിരകളെ കാണുമ്പോൾ അവനതൊരു അനന്തമായ സമസ്യയായി മാറും. ജീവിതം ഇതുപോലെയാണ്. അപ്പൊ ഈ പറഞ്ഞ ഡാർക്ക് മാറ്റർ, അവിടെ മാറ്റർ വരുന്നത് എനർജിയിൽ നിന്നാണ്. എനർജി ഈസ് ബിയോണ്ട് എക്സ്പ്ലനേഷൻ. അതവിടെ ഉണ്ട്. പക്ഷെ അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ അത് ഇപ്പൊ മോഡേൺ സയൻസ് ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞ് എത്തിയത്. ആ ഡാർക്ക് മാറ്ററിൽ നിന്ന് പിന്നെ വൈറ്റ് മാറ്ററോ, അപ്പൊ പിന്നെ അങ്ങോട്ട് എക്സ്പ്ലനേഷന്റെ ഒരു എന്താണ് ഒഴുക്കാണ്. മാറ്റർ ഈസ് നത്തിങ് ബട്ട് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് എനർജി. ഇത്രയേ ഉള്ളൂ. അപ്പൊ അതിനാണ് ഇപ്പോ ക്വാണ്ടം കൊഹിറൻസ് എന്ന പല രീതിയിലും നമുക്ക് ബുദ്ധിക്ക് വഴങ്ങാത്ത ഒരു സത്യത്തെ, ഒരു തത്വത്തെ ബുദ്ധിയുടെ പരിമിതിയിലേക്ക് വലിച്ചു പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന അഭ്യാസവും അസ്വസ്ഥതയാണ് ഈ കാണുന്നത്. എന്നാൽ ബുദ്ധിക്ക് അപ്പുറത്തേക്ക് ധീ ന, ധീ എന്ന് വെച്ചാൽ ബുദ്ധി, ബുദ്ധിക്ക് അപ്പുറത്തേക്ക് പോകുന്നതാണ് ധ്യാനം. ഗുരുക്കന്മാർ പറഞ്ഞു, അവർ ഒരുപാട് ശ്രമിച്ചു. കണ്ണുകൊണ്ട് എത്ര ദൂരേക്ക് കാണാൻ ശ്രമിച്ചാലും അത് അവസാനിക്കില്ല. ചെവി പുറത്തുനിന്ന് എത്ര കേൾക്കാൻ ശ്രമിച്ചാലും അതിനൊരു പരിമിതിയുണ്ട്. 20 to 20,000 ഹെർട്സിന് പുറത്തും താഴെയും നമുക്കത് നിശബ്ദതയാണ്. അത് എത്ര ആംപ്ലിഫൈ ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ നിശബ്ദമായി. ഒരു വവ്വാലുണ്ടാകുന്ന ശബ്ദം പോലും നമുക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷെ പട്ടികൾക്ക് നമ്മേക്കാൾ നന്നായിട്ട് കേൾക്കാൻ പറ്റും. പിന്നെ മണം, നായ്ക്കൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യരെക്കാൾ കൂടുതൽ കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഇന്ദ്രിയ പരിമിതമായ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്കകത്തേക്ക് ഈ അനന്തമായ സത്യത്തെ കൊണ്ടുവന്നത് നിർവചിക്കാൻ ശ്രമിച്ചപ്പോൾ ഗുരുക്കന്മാർ പരാജയപ്പെട്ടു. അവർ പറഞ്ഞ എങ്ങും എത്തില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ മാറ്റർ ബാഹ്യമായി കാണുന്നതെല്ലാം യഥാർത്ഥത്തിൽ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ്. അതുകൊണ്ടാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ, മെറ്റീരിയൽ വേൾഡ് ഈസ് നോട്ട് എക്സിസ്റ്റിംഗ് ദ വേ യു പെർസീവ്. ഇപ്പോ മോഡേൺ സയൻസ് അവിടെ എത്തുന്നു. അതുവരെ അത് അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ അവിടെ ഈ ലളിതമായ ഒരു സമീപനം എന്ന് പറഞ്ഞാൽ ഊർജം പലതായി പ്രകടമാകും. ആ പ്രകടമാകുന്നതിനെ എണ്ണി തീർക്കാൻ ഒക്കില്ല. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, ഈ മൺതരിയെ എണ്ണി തീർക്കാൻ പറ്റും, പക്ഷെ ഒരു തരിയെ വ്യക്തമായി അറിഞ്ഞാൽ അവൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അറിയും. അവിടെയാണ് യേശുദേവനും പറഞ്ഞത്, നോ ദൈ സെൽഫ്. സ്വയം അറിഞ്ഞാൽ അവൻ ഈ പ്രപഞ്ചത്തെ അറിയുന്നു. അപ്പൊ ഇവിടെ സിമ്പിൾ ആയില്ലേ, ഞാൻ ആര് എന്നറിഞ്ഞാൽ ഈ പ്രപഞ്ചം എന്ത് എന്ന് ഞാൻ അറിയുന്നു. ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ. വ്യഷ്ടിയും സമഷ്ടിയും ഒന്ന് തന്നെ. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ ഇത് ഏറ്റവും ലളിതമായ ഒരു കാര്യമാണ് ഈ അറിവ് എന്ന് പറയുന്നത്. എന്നാൽ ആ തലത്തിൽ എത്തിയില്ലെങ്കിൽ അറിവ് ഒരു അപകടകരമായ അസ്വസ്ഥകരമായ അവസ്ഥയിലേക്ക് നീങ്ങാം. അതുകൊണ്ടാണ് ഇന്നത്തെ ആൾക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും പഠിച്ചൊരു തലം എത്തുമ്പോൾ അവര് സംശയാലുമാകുന്നു, അസന്തുഷ്ടരുമാകുന്നു. കാരണം അറിവിന്റെ സംതൃപ്തി അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. അറിവിന്റെ സമ്മർദ്ദമാണ് അവരനുഭവിക്കുന്നത്. അവിടെയാണ് ഇത് വലിയ ഒരു പ്രഹേളികയായിട്ട് നിൽക്കുന്നത്. അതെ, ഗുരുക്കന്മാർ പറഞ്ഞു, ചിത്തവൃത്തി നിരോധം. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയുടെ തലത്തെ അതിലംഘിക്കുക.
obliterate the boundaries of your intellect. അതെ അതെ. അപ്പോൾ സത്യം വെളിവായി കിട്ടും. ഉം, ഉം, ഉം. അപ്പോൾ അത്ര എളുപ്പമാണത്. ഉം. പക്ഷേ അതിനെയും ഗ്ലോറിഫൈ ചെയ്ത് പറഞ്ഞ് അത് സാധാരണ യുക്തിക്ക് നിരക്കാത്ത എന്തോ ആണ് എന്ന് ബോധ്യപ്പെടുത്തി വച്ചിരിക്കുകയാണ് അവിടെയും ഈ വൈജ്ഞാനിക സമൂഹം. അതെ 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 അതെ. നമ്മൾ അങ്ങ് പറഞ്ഞപ്പോഴേ ഈ കടലിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ഒരു അലിഗറി പറയാറുണ്ട്. ഒരു തുള്ളി വെള്ളത്തിൽ നിന്ന് നമുക്കൊരു കടലിനെ അല്ലെങ്കിൽ സമുദ്രത്തിനെ അളക്കാൻ പറ്റും, അറിയാൻ പറ്റും എന്നത്. അപ്പൊ ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു തുള്ളി വെള്ളത്തിന്റെ ഒരുപാട് പെരുക്കങ്ങളാണ് ഒരു സമുദ്രം. അപ്പൊ നമ്മുടെ ഒരുപാട് പെരുക്കങ്ങളാണ് ഈ ഒരു പ്രപഞ്ചം എന്ന് ചിന്തിക്കല്ല, സത്യം അതാണ്, തിരിച്ചറിവാണ്. ശങ്കരാചാര്യർ വ്യക്തമായിട്ട് പറഞ്ഞു, ദൃശ്യം ദർപ്പണം മാത്രമേ. നിങ്ങളുടെ മനസ്സിന്റെ ഒരു പ്രതിഫലനമാണ് ഈ പ്രപഞ്ചം. ഞാൻ ബോധം കെട്ടുറങ്ങുമ്പോൾ എനിക്ക് ഈ പ്രപഞ്ചമില്ല. അപ്പൊ വീണ്ടും എന്റെ ഈ പ്രപഞ്ചം വരുന്നത് എന്റെ ഉണർവിൽ നിന്നാണ്. ഞാൻ ഉറങ്ങുകയാണെങ്കിൽ എനിക്ക് പ്രപഞ്ചമില്ല. അതല്ല, ഏതെങ്കിലും വിധത്തിൽ എന്റെ തലച്ചോറിന്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി മാറ്റിയാൽ, അത് ഒരു ഡ്രഗ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ എൻ്റെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ ഹൈജാക്ക് ചെയ്തോ എനിക്ക് പ്ലാസ്റ്റിസിറ്റി മാറ്റാം. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇത് മാറ്റിയാൽ ഈ പ്രപഞ്ചം മാറി വേറൊരു പ്രപഞ്ചം എനിക്ക് ദൃശ്യമാകും. അപ്പൊ അതിനെയാണ് ആത്മലഹരി എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഇവിടെ എല്ലാം മനസ്സിലാണ് നടക്കുന്നത്, ബാഹ്യമായ ഒന്നുമില്ല. മോഡേൺ സയൻസും എത്തി നിൽക്കുന്നത് അതാണ്. ദർ ഈസ് നോ മെറ്റീരിയൽ വേൾഡ് എക്സിസ്റ്റിംഗ് ദ വേ യു പെർസീവ്. കഠോപനിഷത്തിൽ പറയുന്നുണ്ടല്ലോ, അതായത് നമ്മുടെ മനോസൃഷ്ടികളാണ് നമ്മൾ കാണുന്നതെല്ലാം. അതെ, ആത്മാവ് ഒരു ഗുഹയിൽ എങ്ങനെ ഇരിക്കുന്ന പോലെ ഒരു അവസ്ഥയിലാണ്. പക്ഷെ ബാക്കിയുള്ളതെല്ലാം തന്നെ നമ്മുടെ മായാവിഭ്രമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനോകല്പിതങ്ങളാണ്. അപ്പൊ ആ ഒരു സങ്കല്പ ശക്തിക്ക് ഇപ്പം മോഡേൺ സയൻസ് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞൊരു തലത്തിലേക്ക് അവർ വരുന്നുണ്ട്, വേറെ മാർഗമില്ല. അതാണ് സത്യം. അതെ 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 അതെ. അപ്പോൾ ഇപ്പം പറഞ്ഞതുപോലെ അപ്പൊ ഈ നിദ്ര അല്ലെങ്കിൽ നിദ്രയ്ക്ക് ശേഷമാണല്ലോ നമുക്ക് സ്വപ്നം എന്ന് പറയുന്നത്. അപ്പൊ സ്വപ്നം, അതുപോലെ തന്നെ സുഷുപ്തി, പിന്നെ അത് കഴിഞ്ഞിട്ട് തുരിയം, തുരിയാതീതം. ജാഗ്രതയിൽ നിന്ന് നമ്മുടെ ഈ തുരിയാതീതം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ തൈജസ പ്രാണനം അങ്ങനെയൊക്കെ പലതും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ തന്നെ നമ്മളെ ഇരുന്ന് സാക്ഷ്യഭാവത്തിൽ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു എന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു പ്രയാണം എപ്രകാരത്തിലാണ്? ജാഗ്രത, അതായത് നമ്മളിപ്പോ ജാഗ്രതയിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പൊ ഈ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എത്ര, അങ്ങ് പറഞ്ഞതുപോലെയാണ്, വളരെ എളുപ്പമാണ്, ഒരു നിമിഷം കൊണ്ട് സംഭവിക്കാം. അതേസമയം യുഗാന്തരങ്ങൾ എടുത്താൽ പോലും ചിലപ്പോൾ അത് നടക്കണമെന്നില്ല. അപ്പോൾ നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ഒരു ലീലാപടം കൊണ്ട് മൊത്തത്തിൽ മൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങയുടെ ഒരു രീതി എന്താണ്, അല്ലെങ്കിൽ അങ്ങ് ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഈ ഒരു തലങ്ങളിലേക്കുള്ള മനുഷ്യന്റെ ഒരു സംക്രമണത്തിന്? ഇത് നമ്മൾ ഗ്ലോറിഫൈ ചെയ്തിട്ടാണ് അതെന്തോ ഒരു വലിയ കാര്യമായി അവതരിപ്പിച്ച് അതിലങ്ങ് നമ്മൾ മുഴുകിപ്പോയി. അതൊന്ന് മാറ്റുക. നമ്മുടെ അച്ഛനോ അമ്മയോ പെങ്ങളോ മകളോ ഭാര്യയോ അവരോടൊക്കെ എത്ര സൗമ്യവും പിന്നെ ഉപാധിരഹിതവുമായാണ് നാം ഇടപെടുന്നത്. അതുപോലെ ഇടപെടേണ്ട ഒരു റിയാലിറ്റിയാണ് പ്രകൃതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവോ എന്ന് വേണേൽ വിളിക്കാം. അതിനെ പ്രപഞ്ച മാതാവായിട്ടാണ് നമ്മുടെ ഗുരുക്കന്മാർ കണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാതെ അതിനെ മഹത്വവൽക്കരിക്കാതെ അപ്രോച്ച് ഇൻ എ വെരി സിമ്പിൾ വേ. ഒരു കൊച്ചുകുട്ടിക്ക് അവനൊരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ അവൻ ഈഗോ ഇല്ലല്ലോ. അവൻ വന്ന് വെറുതെ നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കില്ല, അങ്കിളെ ഇതെന്താ എന്ന് ചോദിക്കും. നമുക്ക് അവനോട് ദേഷ്യം തോന്നും. നമ്മൾ ഒരുപക്ഷെ എന്തെങ്കിലും കഠിനമായ ജോലി ചെയ്തുകൊണ്ടിരുന്നാലും അവന്റെ നിഷ്കളങ്കമായ ആ അപ്രോച്ച് കാണുമ്പോൾ നാം അത് മാറ്റിവെച്ചിട്ട് ആ മക്കളെ എന്താണ് എന്ന് ചോദിക്കും. ഇത്രേ വേണ്ടി. അല്ലാതെ ഇവൻ വന്ന് അറ്റൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കുറച്ച് സമയത്തേക്ക് വളരെ സീരിയസ് ആയിട്ട്, നമ്മളും ഇങ്ങനെ നോക്കിയിട്ട് അപ്പൊ അവിടെ നിൽക്കട്ടെ, നമ്മൾ നമ്മുടെ ജോലി ചെയ്യും. സോ അവൻ ഫോർമൽ ആകുമ്പോൾ നമ്മുടെയും ഫോർമാലിറ്റി ഫസ്റ്റ് മാറും. ഇത് പ്രപഞ്ച രഹസ്യത്തെ അറിയാൻ പ്രപഞ്ച മാതാവിനോട് ഒരു ശൈശവ സമാനമായ നിഷ്കളങ്കതയോടുകൂടി സമീപിച്ചാൽ വളരെ എളുപ്പമാണ്. യുഗാന്തരങ്ങളൊന്നും പോകേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ അഹന്ത അതങ്ങ് മാറ്റി വെച്ചാൽ മതി. ഇപ്പൊ ചോദിച്ച ചോദ്യം ജാഗ്രത, ഞാൻ ഇങ്ങനെ ഒരു വര വരച്ചാൽ അത് ജാഗ്രത ആണെങ്കിൽ ഇതിന് താഴെയും 2 തലമുണ്ട്, മുകളിലും 2 തലമുണ്ട്. അപ്പോൾ ആ ജാഗ്രത അവസ്ഥയിൽ നിന്ന് എനിക്കൊരു സെറോട്ടോണിന്റെ അളവ് കൂടുമ്പോൾ ഞാൻ പതുക്കെ മയങ്ങി വരും. അപ്പോൾ അത് ആ ഉറക്കം, നിത്യചൈതന്യ ഗുരുവിന്റെ ആ ഒരു ഭാഷയെ പറഞ്ഞാൽ ഉറക്കം നമ്മെ പിടികൂടുകയാണ്.